മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ച് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ആത്മീയവും വിദ്യാഭ്യാസപരവും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതികൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് മഹല്ല് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു നിലക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലും കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലും മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളക്കാരുടെ ഏറ്റവും വലിയ ഒരു പുരോഗതിയുടെ അടിസ്ഥാനവും ഇതാണ്. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ച കാലഘട്ടം മുതൽ രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്നതാണ്. അത് മാലിക് ബിൻ ദീനാറിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ട്. രണ്ടാമത്തേത് മദ്രസകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്ത് ജീവിച്ചു പോരുന്നതാണ്. അത് 920-കൾക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നതും. സമസ്തക്ക് കീഴിൽ ധാരാളം പദ്ധതികളും പരിപാടികളുമുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സുന്നി യുവജന സംഘം എന്ന SYS അതും പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന SKSSF അതിലേറെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സുന്നി ബാലവേദി എന്ന ഒരു സംവിധാനവും നമുക്കുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോവുകയാണ്.